salt and sand know best. Salt and sand, hold my hand. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു സൺഡേ ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് ദുബായിലുള്ള ഖുറാനിക് പാർക്ക്. 3 എൻട്രി ആണ് കേട്ടോ. വളരെ വലിയൊരു പാർക്കാണ്. എത്രയോ ഏക്കേഴ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. കുട്ടികൾക്കൊക്കെ വന്നാൽ എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്, ബോറടിക്കത്തില്ല. ഇവിടെ മെയിനായിട്ട് 3 അട്രാക്ഷൻസ് ആണുള്ളത്. മിറാക്കിൾ കേവ്, ഗ്ലാസ് ഹൗസ്, മോസസ് ലേക്ക്. ഇവിടെ 2 അട്രാക്ഷൻസിന് നമ്മൾ 5 AD പെർ ഹെഡ് പേയ്മെൻറ്റ് ചെയ്യണം. എന്നാലും ഇത് വർത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യമായി മിറാക്കിൾ കേവിൻ്റെ എൻട്രിയിലെത്തി. അങ്ങനെ ഞങ്ങൾ അകത്തേട്ട് കയറിയപ്പോൾ വാവ്, അടിപൊളി. ഇടയ്ക്കൽ ഗുഹയിലൊക്കെ പോയിട്ടില്ലേ, ആ ഒരു വൈബായിരുന്നു. ഞങ്ങളത് വളരെ ഇഷ്ടപ്പെട്ടു. മോനാണെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല ലൈറ്റിങ്സും AC ഒക്കെ ആയിട്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. കുറേ വീഡിയോസ് അവർ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം ഖുറാനിലെ കുറച്ച് സ്റ്റോറീസാണ്. അങ്ങനെ ഒരു 3-4 സ്ക്രീനിൽ അവർ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അന്തരീക്ഷവും വൈബും ഒക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങളത് ഫിനിഷ് ആവുന്നതുവരെ അവിടെ സ്പെൻഡ് ചെയ്തു. നോക്കിയൊക്കെ ഒരാൾ നടക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ ഗൈഡ്. അവരാണ് നമുക്കെല്ലാം പ്ലേ ചെയ്തു തരുന്നതും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതും. മിറാക്കിൾ കേവിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പോകുന്നത് അതിസുന്ദരമായ മോസസ് ലേക്കിലേക്കാണ്. ഖുറാനിലും ബൈബിളിലും ഒക്കെ പറഞ്ഞിട്ടിരിക്കുന്ന മോസസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയെ ആസ്പദമാക്കി ചെയ്തിട്ടുള്ളതാണ് ഈ ലേക്ക്. വലിയൊരു ലേക്കിന് നടുവിലൂടെ നടപ്പാത ഒരുക്കി, കണ്ടില്ലേ, ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അടിപൊളിയാണ്. ഇവിടെ വരുമ്പോൾ നല്ലൊരു കൂളിംഗ് ആണ് ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഞാൻ നടക്കുമ്പോൾ. നോക്കിക്കേ, എന്തോ ഒരു വിശാലമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു ഗ്ലാസ് ഹൗസിലേക്ക്. അവിടെയും ഉണ്ടായിരുന്നു ഇൻസ്ട്രക്ഷൻസ് തരാനായിട്ടൊരാൾ. എല്ലാ പ്ലാന്റ്സിനെയും പറ്റിയും ഇവിടെ സ്പെഷ്യലായിട്ട് എന്തൊക്കെയുണ്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മെയിനായിട്ട് ഒരുപാട് പ്ലാന്റ്സും ഫ്രൂട്ട്സിൻ്റെയും എല്ലാത്തിൻ്റെയും കളക്ഷൻസാണ് അവരവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കുറേ ഇലച്ചെടികളൊക്കെ ഇല്ലേ, അതൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമാണെങ്കിൽ ഞങ്ങളെക്കാളും മുന്നേ എല്ലായിടത്തും കൂടെ നടന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോഴുള്ളൊരു വ്യൂ അടിപൊളിയാണ്. ഒരുപാട്
സ്ഥലമുള്ളത് കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് മരുഭൂമിയിലെ ഒരു സ്ഥലമാണ് അവർ ഇത്രയും പച്ചപ്പോടുകൂടി ഇത്രയും ഭംഗിയാക്കി ഒരു പാർക്കാക്കി എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം കേട്ടോ. Tied in disguise. Soft little way. നമുക്ക് മുന്തിരി, വാഴ, നാരങ്ങ, ഓറഞ്ച്, അത്തി, അങ്ങനെ പലതരം ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും ഉണ്ടായിരുന്നു. In my chest, oh, let it slide. Salt and sand, no best. ആദ്യം പിന്നെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. Salt and sand, hold my hand. Wash നെല്ല് pull me back around. ഇത് ചീരയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല അതെന്താണെന്ന്. കണ്ടിട്ട് ചീര പോലെ തോന്നി. പിന്നെ ജിഞ്ചർ, I want one more. Soft and slow. Don't let me go. Salt, പിന്നെ ഇവിടെ കോഫി ഷോപ്പും ഉണ്ട് ഇതിനകത്ത് തന്നെ. hold my hand. Wash me down. Pull me back around. മനോഹരമായ ഈ ഗാർഡനിലെ കാഴ്ചകളും കണ്ടിട്ട് പിന്നെ ഞങ്ങൾ പോയത് കിഡ്സിൻ്റെ പ്ലേ ഏരിയയിലേക്കായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം.